വിഷ്വൽ ഡയറി വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമ ബിജു മേനോൻ ആസിഫ് അലി കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള ഒരു ജിസ് ജോയ് ചിത്രമായിട്ടുള്ള തലവനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ജിസ് ജോയ് അതുപോലെ തന്നെ ആസിഫ് അലി കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ്. ഇവർ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ നല്ല രീതിയിൽ തന്നെ വിജയിച്ചിട്ടുള്ള പടങ്ങൾ. ആസിഫ് അലി ജിസ് ജോയ് കോംബോ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയുള്ള കോംബോ തന്നെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു ചിത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞു, തലവൻ. അതായത് ടർബോ 23 റിലീസായെങ്കിൽ 24 റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് തലവൻ. ഇനി സിനിമയുടെ കഥയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ തലവൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഏകദേശം ഒരേ സ്വഭാവമുള്ള രണ്ടാളുകൾ തമ്മിലുള്ള ഒരു ഈഗോ ആണ് ഈ സിനിമയുടെ ഒരു ആദ്യ ഭാഗത്തിൽ നമ്മൾ കുറച്ചൊക്കെ കാണുന്നത്. പിന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനും കുറച്ച് മുന്നോടിയായിട്ടാണ് ഒരു കേസിൽ ബിജു മേനോൻ അകപ്പെടുന്നതും ആ കേസ് അന്വേഷിക്കാൻ ആസിഫ് അലി ഉത്തരവാദിത്തപ്പെടുന്നതുമാണ് ഈ സിനിമയുടെ സ്റ്റോറി. അപ്പോൾ നമുക്കറിയാം ആസിഫ് അലി ബിജു മേനോൻ തീരെ ചേരാത്തൊരു ക്യാരക്ടറാണ്. രണ്ടുപേരും ഒരേ സ്വഭാവമുള്ളവരാണല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ നല്ല ഈഗോയും ഉണ്ട്. അപ്പോൾ ഒരു തീരെ ചേരില്ല. അപ്പോൾ ബിജു മേനോന് അറിയാം ആസിഫ് അലി കേസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല. അപ്പോൾ ബിജു മേനോൻ്റെ രീതിയിൽ കേസ് അന്വേഷിക്കും, ആസിഫ് അലിയുടെ രീതിയിൽ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നതാണ് ഈ തലവൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ജിസ് ജോയുടെ ഡയറക്ഷനാണ്. ചില സമയങ്ങളിലെല്ലാം നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നും. അതിലിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജയിലിൻ്റെ പുറത്തായിട്ടൊരു ആക്ഷൻ ഉണ്ട്. ആ ആക്ഷനൊക്കെ ശരിക്കും നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഫീൽ തോന്നുന്നുണ്ടായിരുന്നു. പല ആക്ഷൻ കോറിയോഗ്രാഫിയും അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യുന്ന വില്ലൻ, അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലിപ്പും ഡയലോഗും തമ്മിൽ തീരെ ചേരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഇത് ചിലപ്പോൾ പല ആൾക്കാർക്കും ചിലപ്പോൾ നോട്ടീസബിളി തോന്നിയിട്ടുണ്ടാവാം. എനിക്കത് തോന്നി. എനിക്ക് സിനിമ ഓവറോൾ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഒരു വൺ ടൈം വാച്ചബിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. പടം നല്ല രസമായിട്ട് തന്നെ മെയ്ക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിലും എവിടേക്കോ എന്തൊക്കെയോ കുറവുകളുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തലവൻ തോന്നിയത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആസിഫ് അലിനെ കുറിച്ചിട്ടാണ്. ആസിഫ് അലി ഒരു ഗംഭീര ആക്ടറാണ്, അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആസിഫ് അലി ചൂസ് ചെയ്യുന്ന ചില സ്ക്രിപ്റ്റുകൾ കാരണമാണ് അദ്ദേഹത്തിന് ഈ പഴിയെല്ലാം കേൾക്കേണ്ടി വരുന്നത്. പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആസിഫ് അലിയുടെ കുറച്ച് നാളുകൾക്ക് ശേഷം വന്നിട്ടുള്ള നല്ലൊരു സിനിമയാണ് തലവൻ. ആ രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ തലവൻ ഈസ് എ ബെസ്റ്റ് വർക്ക് ഫോർ ആസിഫ് അലി എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അടിപൊളി വർക്കാണ്. പക്ഷേ നമ്മളിതിന് മുന്നേ കണ്ടിട്ടുള്ള പല ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ തലവൻ അത്ര ഗംഭീരം അല്ല എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ബിജു മേനോൻ്റെ ക്യാരക്ടർ, ബിജു മേനോൻ സത്യത്തിലൊന്നും സാധാരണ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള റോളുകൾ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കൊന്നും ചെയ്യാനില്ലാത്ത ഒരു സാധാരണ റോള് തന്നെയാണ്. പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ആ റോള് ചെയ്തിട്ടുമുണ്ട്. പിന്നെ മിയ അതുപോലെ തന്നെ അനുശ്രീയാണ് ഇതിൽ മെയിൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അവരൊക്കെ അവരുടെ റോള് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുള്ള ആൾ ചില സമയത്ത് ഓവറാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് ഓവറാണോ എന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ ആസ് യൂഷ്വൽ എനിക്ക് തോന്നുന്നു സിനിമയിലെ വില്ലന്മാർ ഭയങ്കര പവർഫുൾ ആവണമെന്നൊന്നും ഈ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിലില്ല. പക്ഷേ ഈ സിനിമയുടെ ഒരു വലിയൊരു വീക്ക് പോയിൻ്റ് എന്ന് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ആയിട്ട് എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം ചെയ്യണു എന്നുള്ളൊരു സ്റ്റോറി ഉണ്ടല്ലോ, ആ ഒരു സ്റ്റോറി അത്ര നമുക്കങ്ങോട്ട് കണക്റ്റ് ആയോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാണ്. എനിക്ക് എക്സ്പെഷ്യലി ആ സ്റ്റോറി അത്ര അങ്ങോട്ട് കണക്റ്റ് ആയിട്ടില്ല. എങ്കിലും ഞാൻ മുൻ പറഞ്ഞ പോലെ തന്നെ വളരെ രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ഒരു തിയേറ്ററിക്കൽ വാച്ചാണ് തലവൻ എന്ന് പറയുന്നത്. സംബന്ധിച്ച് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് തിയേറ്ററിക്കൽ വാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ എന്നെക്കാളും ഇഷ്ടക്കുറവുണ്ടാകും. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഒരു ത്രില്ലർ സിനിമ കാണുമ്പോൾ അതിൻ്റെ ലൂപ്പ് ഹോളുകളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു നെഗറ്റീവൊക്കെ ഇതിൽ തോന്നിയത്. എങ്കിലും ഒരു ജിസ് ജോയുടെ ഒരു നല്ല ട്രൈ, അതുപോലെ തന്നെ ആസിഫ് അലിയുടെ ഒരു നല്ലൊരു കംബാക്കുമാണ് സിനിമ. എങ്കിലും ഓവറോൾ ഒരു ആവറേജ് വാച്ചാണ് സിനിമ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സിനിമയുടെ റിവ്യൂമായിട്ട് കാണുന്നവരേക്കും അത് വിട്ടാലോ. ബൈ.